വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കൊളാബറേറ്റീവ് കൺസംഷൻ. കൊളാബറേറ്റീവ് കൺസംഷൻ എന്ന് പറയുന്നത് ഷെയറിംഗ് എക്കോണമിയുടെ മറ്റൊരു മോഡലാണ്, അതുപോലെ തന്നെയുള്ള ഒരു മോഡലാണ്. കൊളാബറേറ്റീവ് കൺസംഷൻ ഈസ് എ സിസ്റ്റം വേർ പീപ്പിൾ ഷെയർ, റെന്റ്, ട്രേഡ് ഓർ ബോറോ ഗുഡ്സ് ആൻഡ് സർവീസ് ഇൻസ്റ്റീഡ് ഓഫ് ഓണിങ് ദം ഇൻഡിവിജ്വലി ഓൺ ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്യാണ്, പീപ്പിൾ എന്ത് ചെയ്യണം, ഷെയർ ചെയ്യുക, റെന്റ് ചെയ്യുക, ട്രേഡ് ചെയ്യുക, ബോറോ ഗുഡ്സ് ആൻഡ് സർവീസ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ഐഡിയ ഓഫ് ആക്സസ് ഓഫ് ഓവർ ഓണർഷിപ്പ്, അലോവിങ് ബെറ്റർ യൂസ് ഓഫ് റിസോഴ്സ് ആൻഡ് റെഡ്യൂസിങ് വേസ്റ്റ് റെഡ്യൂസ് ചെയ്യുന്നതിനും റിസോഴ്സ് ബെറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു ഇതിന്റെ ഐഡിയ എന്ന് പറയുന്നത് ഓണർഷിപ്പ് ആക്സസ് ചെയ്യുന്നത്. ഇതിൽ യൂബർ, എയർബിഎൻബി, OLX മേക്ക് ഇറ്റ് ഈസി ഫോർ ഇൻഡിവിജ്വൽ ടു കണക്ട് എക്സ്ചേഞ്ച് അണ്ടർ യൂസ്ഡ് ആയിട്ടുള്ള അസറ്റുകൾ യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കണക്ട് ചെയ്യാനും എക്സ്ചേഞ്ച് ചെയ്യാനൊക്കെ ഉള്ള ഒരു അവസരം ഇതുപോലുള്ള പ്ലാറ്റ്ഫോമുകൾ നൽകുന്നുണ്ട്. ദിസ് മോഡൽ പ്രൊമോട്ട് സസ്റ്റൈനബിലിറ്റി. ഇത് സസ്റ്റൈനബിലിറ്റി പ്രൊമോട്ട് ചെയ്യുന്ന കോസ്റ്റ് എഫക്റ്റീവ്നെസ് ആണ്, കമ്മ്യൂണിറ്റി ബേസ്ഡ് ഷെയറിംഗ് ആണ്, മേക്കിംഗ് കൺസംഷൻ മോർ എഫിഷ്യന്റ് ആൻഡ് എൻവറോൺമെന്റ് ഫ്രണ്ട്ലി. കീ ആസ്പെക്ട് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കൊളാബറേറ്റീവ് കൺസംഷൻ. ഒന്ന്, ആക്സസ് ഓവർ ഓണർഷിപ്പ്. ഇതെന്താണ്, ഓണർഷിപ്പ് ആക്സസ് ലഭിക്കണം. ഫോക്കസ് ഓൺ യൂസിങ് പ്രൊഡക്റ്റ് ഓർ സർവീസ് വെൻ നീഡഡ് റാദർ ദാൻ ബൈയിങ് ആൻഡ് ഓണിങ് ദം. നമുക്ക് എപ്പോഴാണ് ഒരു സർവീസ് ആവശ്യമുള്ളത് ആ സമയത്ത് അതിന്റെ ആക്സസ് നമ്മൾ ലഭിക്കുകയാണ്, അത് വാങ്ങുന്നതിന് പകരം. റെന്റിങ് എ ബൈസിക്കിൾ ഇൻസ്റ്റീഡ് ഓഫ് ഓണിങ് വൺ. പിയർ ടു പിയർ ഇന്ററാക്ഷൻ ഇൻവോൾവ്സ് ഡയറക്റ്റ് എക്സ്ചേഞ്ച് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽ തമ്മിലുള്ള ഡയറക്റ്റ് എക്സ്ചേഞ്ച് ആണ്. ഓപ്പൺ ത്രൂ ഓൺലൈൻ ഓർ ലോക്കൽ കമ്മ്യൂണിറ്റി. ചിലപ്പോൾ ഓൺലൈൻ ആയിരിക്കും, ചിലപ്പോൾ ലോക്കൽ കമ്മ്യൂണിറ്റി ആയിരിക്കും. സ്വാപ്പിംഗ് ക്ലോത്ത് ഓർ ബുക്സ് വിത്ത് അതേഴ്സ്. നമ്മൾ ബുക്കും ക്ലോത്ത് ഒക്കെ എന്ത് ചെയ്യാണ്, നമ്മളെ സുഹൃത്തുക്കളായിട്ട് ഷെയർ ചെയ്യുകയാണെങ്കിൽ അതിനെ കൊളാബറേറ്റീവ് കൺസംഷൻ ആണ്. ടെമ്പററി യൂസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ആർ യൂസ്ഡ് ടെമ്പററിലി ദെൻ റിട്ടേൺഡ്, റീയൂസ്ഡ് ആൻഡ് പാസ്ഡ് ഓൺ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എപ്പോഴാണോ ആവശ്യമുള്ളത് ആ സമയത്ത് ഗുഡ്സ് ആൻഡ് സർവീസ് യൂസ് ചെയ്യുക, അത് കഴിഞ്ഞാൽ റിട്ടേൺ ചെയ്യുക, വീണ്ടും വേണേൽ റീയൂസ് ചെയ്യുക, പാസ്ഡ് ഓൺ. എക്സാമ്പിൾ, ബോറോയിങ് ടൂൾസ് ഫ്രം എ കമ്മ്യൂണിറ്റി ടൂൾ ലൈബ്രറി. കമ്മ്യൂണിറ്റി ടൂൾ ലൈബ്രറിയിൽ നിന്ന് ടൂളുകൾ ബോറോ ചെയ്യാം. ഓക്കെ, നമ്മൾ പല ടൂളുകളൊക്കെ നമ്മൾ പല കടയിൽ നിന്നും വാടക എടുക്കാറുണ്ട്. ഇതൊക്കെ ഒരു ഷെയറിംഗ് എക്കോണമിയുടെ ഒരു മോഡലാണ്. അത് നമ്മൾ ആ ടൂൾ വാങ്ങല്ലല്ലോ. അതേപോലെ തന്നെ നമ്മൾ നമ്മളെ കയ്യിലുള്ള ഡ്രസ്സ് നമ്മളെ സുഹൃത്തുക്കൾ പോയി വാങ്ങി പിറ്റേ ദിവസം കോളേജിലേക്കൊക്കെ ഇടാറുണ്ട്. അതിനാണ് പിയർ ടു പിയർ ഇന്ററാക്ഷൻ. റിസോഴ്സ് ഒപ്റ്റിമൈസേഷൻ. പ്രൊമോട്ട് ദ എഫിഷ്യന്റ് യൂസ് ഓഫ് അണ്ടർ യൂട്ടിലൈസ്ഡ് റിസോഴ്സ്, റെഡ്യൂസിങ് വേസ്റ്റ് ആൻഡ് എക്സസ് പ്രൊഡക്ഷൻ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർ യൂട്ടിലൈസ് ചെയ്ത് നിൽക്കുന്ന പല റിസോഴ്സും എഫിഷ്യന്റ് ആയിട്ടുള്ള യൂസ് ഇതിലൂടെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇതിലൂടെ റെഡ്യൂസിങ് വേസ്റ്റ് ആൻഡ് എക്സസ് പ്രൊഡക്ഷൻ, വേസ്റ്റ് റെഡ്യൂസ് ചെയ്യുന്നത്, അതേപോലെ എക്സസ് പ്രൊഡക്ഷനും റെഡ്യൂസ് ചെയ്യുന്നത്. ട്രസ്റ്റ് ആൻഡ് റെപ്യൂട്ടേഷൻ സിസ്റ്റം. മെനി പ്ലാറ്റ്ഫോം റിയലി ഓൺ റിവ്യൂ ആൻഡ് റേറ്റിംഗ് ടു ബിൽഡ് ട്രസ്റ്റ് ബിറ്റ്വീൻ യൂസേഴ്സ്. ഈ യൂസേഴ്സ് തമ്മിലുള്ള ട്രസ്റ്റ് ഉണ്ടാക്കുന്നതിന് വളരെ കൃത്യമായിട്ടുള്ള റിവ്യൂ സിസ്റ്റം, റേറ്റിംഗ് സിസ്റ്റം ഒക്കെ പൊതുവെയുള്ള എല്ലാ പ്ലാറ്റ്ഫോമുകളും ഉണ്ട്. OLX, ലോക്കൽ ലെൻഡിങ് ആപ്പുകൾ. കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെന്റ്. എൻകറേജ് സോഷ്യൽ കണക്ഷൻ ആൻഡ് കോർപ്പറേഷൻ എമംഗ് യൂസേഴ്സ് തമ്മിൽ സോഷ്യൽ കണക്ഷനും കോർപ്പറേഷൻ ഇതിലൂടെ വളരും. ബിൽഡിംഗ് എ സെൻസ് ഓഫ് ഷെയറിംഗ് കൾച്ചർ. സസ്റ്റൈനബിലിറ്റി ഫോക്കസ്. സപ്പോർട്ട് എക്കോ ഫ്രണ്ട്ലി പ്രാക്ടീസ് ബൈ റീയൂസിങ്, റീസൈക്ലിംഗ് ആൻഡ് റെഡ്യൂസിങ് ഓവർ കൺസംഷൻ. ഇത് എന്താണ്, ഒരു എക്കോ ഫ്രണ്ട്ലി കോൺസെപ്റ്റ് ആണ്. ഇതിലൂടെ എന്താണ്, നമ്മളൊരു സാധനം റീയൂസ് ചെയ്യാണ്, റീസൈക്ലിംഗ് ചെയ്യാണ്, റെഡ്യൂസിങ് ഓവർ കൺസംഷൻ. ഇതിലൂടെ പല പരിസ്ഥിതി മലിനീകരണങ്ങളൊക്കെ കുറക്കാൻ ഇതിൽ സാധിക്കുന്നതാണ്. ടെക്നോളജി ഇനാബിൾഡ് ബട്ട് നോട്ട് always required. Many collaborative consumption activities are supported by digital platform. പല ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെയാണ് ഈ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത്. എല്ലായ്പ്പോഴും പറയാൻ പറ്റില്ല. കാർ പൂളിംഗ് സർവീസുകൾ, ബുക്ക് ഷെയറിംഗ്, റെന്റിങ് ഗുഡ്സ്, ഇതൊക്കെ ഈ രീതിയിലാണ്. ഇതിന്റെ ബെനിഫിറ്റ് ഓഫ് കൊളാബറേറ്റീവ് കൺസംഷൻ, കോസ്റ്റ്, ചെലവ് നമുക്ക് കുറക്കാൻ സാധിക്കും. നമ്മൾ ഇങ്ങനെ ഉള്ള ഇതിൽ നിന്ന് നമ്മളിപ്പോ വാഹനം ഓലയിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ, OLX എടുത്തു കഴിഞ്ഞാൽ, നമ്മൾ ഏതെങ്കിലും ഇതുപോലുള്ള പ്ലാറ്റ്ഫോമിൽ നിന്ന് റൈഡിന് വേണ്ടിയിട്ട് വാഹനത്തിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ അവിടെയുള്ള വാഹനങ്ങൾക്കുള്ള ചാർജിനെക്കാട്ടിലും കുറവായിരിക്കും പൊതുവെ ഉണ്ടാവും. ഓക്കെ, കോസ്റ്റ് സേവിങ്സ് ആണ്. അതുപോലെ തന്നെ വേസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. അനാവശ്യമായിട്ടുള്ള വേസ്റ്റുകളൊക്കെ നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ചാണ് യൂസ് ചെയ്യുന്നത്. ഈ സാധനം ഓരോരുത്തർ ഓൺ ചെയ്തിട്ട് ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ വേസ്റ്റ്, എഫിഷ്യന്റ് റിസോഴ്സ് യൂസ്, നമ്മളെ റിസോഴ്സ് എഫിഷ്യന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ ഇതിലൂടെ സാധിക്കും.
ബിൽഡ് കമ്മ്യൂണിറ്റി ട്രസ്റ്റ്. ഇതിലൂടെ കമ്മ്യൂണിറ്റി ട്രസ്റ്റ് ഉണ്ടാവും, ഇവർ തമ്മിൽ ഒരു ട്രസ്റ്റ് ഉണ്ടാവും. പ്രൊമോട്ട് സസ്റ്റൈനബിലിറ്റി എന്ന് പറഞ്ഞാൽ വേസ്റ്റ് കുറയുമ്പോഴും റിസോഴ്സ് എഫിഷ്യന്റ് ആയിട്ട് യൂസ് ചെയ്യുമ്പോഴൊക്കെ സസ്റ്റൈനബിലിറ്റി പ്രൊമോട്ട് ചെയ്യും. കുറെ മലിനീകരണങ്ങളും മറ്റൊക്കെ കുറക്കാൻ ഇതിലൂടെ സാധിക്കും. ഇൻക്രീസസ് ആക്സസ് ടു ഗുഡ്സ് ആൻഡ് സർവീസ്. ഗുഡ്സ് ആൻഡ് സർവീസിന്റെ ആക്സസ് ഇൻക്രീസ് ചെയ്യും. എൻകറേജ് ഷെയറിംഗ് കൾച്ചർ. ഷെയറിംഗ് കൾച്ചർ എൻകറേജ് ചെയ്യും. ഇതിന്റെ ചലഞ്ച് എന്ന് പറയുന്നത് ലാക്ക് ഓഫ് ഓണർഷിപ്പ് റൈറ്റ്. ഓണർഷിപ്പിന്റെ അവകാശത്തിന്റെ കുറവ് അവിടെ ഉണ്ടാവും. ട്രസ്റ്റ് ആൻഡ് സേഫ്റ്റി കൺസേൺ. പല ട്രസ്റ്റും പല സേഫ്റ്റി കൺസേൺ. ട്രസ്റ്റ് ഉണ്ടാവണം എന്ന് ഇല്ല. ചിലപ്പോ സേഫ്റ്റി കൺസേൺ പല പ്രശ്നങ്ങളുണ്ടാവും. നമ്മളൊരു വീട് വാടക കൊടുത്തു, അത് ഒരു ലീഗൽ ആയിട്ടൊന്നും സേഫ് ആണെന്ന് പറയാൻ പറ്റില്ല. അവിടെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാനുള്ള സേഫ്റ്റി കൺസേണുകളൊക്കെ നമുക്ക് ഉണ്ടാവാനുള്ള സാധ്യത. ക്വാളിറ്റി ആൻഡ് മെയിൻ്റെനൻസ് ഇഷ്യൂ. ക്വാളിറ്റി ഇഷ്യൂസ് ഉണ്ടാവും, മെയിൻ്റെനൻസ് ഇഷ്യൂകളൊക്കെ ഉണ്ടാവും. ലീഗൽ ആൻഡ് ഇൻഷുറൻസ് പ്രോബ്ലം. നമ്മൾ ഷെയറിംഗ് എക്കോണമിയിൽ പറഞ്ഞതുപോലെ ലീഗൽ ആൻഡ് ഇൻഷുറൻസ് പ്രോബ്ലം. ഇതിന്റെ ഇൻഷുറൻസ് ക്ലെയിം ആർക്കാണ് എന്നുള്ള ഒരു പ്രോബ്ലം ഉണ്ട്. ലീഗൽ ആയിട്ട് ഇത് രജിസ്റ്റേർഡ് അല്ല എന്നുള്ളതും ഒരു പ്രശ്നം തന്നെയാണ്. ലിമിറ്റഡ് അവൈലബിലിറ്റി ഓഫ് ഐറ്റംസിന്റെ അവൈലബിലിറ്റി വളരെ ലിമിറ്റഡ് ആയിരിക്കും. അതുപോലെ തന്നെ ഇതിന്റെ കോർഡിനേഷൻ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒന്നാണ്. റെസിസ്റ്റൻസ് ടു കൾച്ചറൽ ചേഞ്ച്. കൾച്ചറൽ ചേഞ്ചിന് അതിന്റെ റെസിസ്റ്റൻസ് ടു കൾച്ചറൽ ചേഞ്ച്, പല കൾച്ചറൽ ചേഞ്ചിലേക്കുള്ള ഒരു സാധ്യതകൾ ഉണ്ട് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കുക. ഇത്ര കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.